أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونصلي على رسوله الكريم أما بعد. ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വബാഹുൽ ഖൈർ, അഫ്കാറു സ്വബാഹ്, ശുഭദിനം, പ്രഭാത ചിന്തകൾ എന്ന വിശുദ്ധ ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഭാഗത്തു നിന്നുമുള്ള എല്ലാവിധ സലാമത്തുകളും സൗഭാഗ്യങ്ങളും നിഅമത്തുകളും വർഷിപ്പിക്കുന്ന ഒരു ദിവസമാക്കി തീർക്കുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങൾ, അത്യാപത്തുകൾ, ദുരന്തങ്ങൾ, മുസീബത്തുകൾ, രോഗങ്ങളിൽ നിന്നെല്ലാം പടച്ച തമ്പുരാൻ സലാമത്തും രക്ഷയും നൽകുന്ന ഒരു ദിവസമാക്കി തീർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനികളെ, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉണർത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികൾ പരസ്പരം സാഹോദര്യവും സൗഹാർദ്ദവും നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച തിരു ഹദീസുകളെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഉണർത്തുന്നു. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൻ അലി റളിയല്ലാഹു അൻ ഖാൽ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ മാ മിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമ ഉദുവതൻ ഇല്ലാ സല്ല അലൈഹി സബ്ഊന അൽഫ മലക്കിൻ ഹത്താ യുംസിയ വഇൻ ആദഹു അശിയതൻ ഇല്ലാ സല്ല അലൈഹി സബ്ഊന അൽഫ മലക്കിൻ ഹത്താ യുസ്ബിഹ വകാന ലഹു ഖരീഫും ഫിൽ ജന്ന. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും കേട്ടതായി അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് ഇങ്ങനെയാണ്: അൻ അലി റളിയല്ലാഹു അൻഹു ഖാൽ സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ മാ മിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഉദ്വതൻ ഇല്ലാ സല്ല അലൈഹി സബ്ഊന അൽഫ മലക്കിൻ ഹത്താ യുംസിയ. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയതായി ഞാൻ കേട്ടു, ഏതെങ്കിലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ രാവിലെ രോഗസന്ദർശനം നടത്തിയാൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും അവിടെ നിന്ന് പറയുന്നു, വഇൻ ആദഹു അശിയതൻ ഇല്ലാ സല്ല അലൈഹി സബ്ഊന അൽഫ മലക്കിൻ ഹത്താ യുസ്ബിഹ. വൈകുന്നേരം ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ പ്രഭാതം വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. മാത്രവുമല്ല, വകാന ലഹു ഖരീഫും ഫിൽ ജന്ന. അവന് അഥവാ ഈ രോഗസന്ദർശനം നടത്തിയ ആ വ്യക്തിക്ക് സ്വർഗത്തിൽ ഒരു തോട്ടവും ഉണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പ്രഭാതത്തിലാണ് നാം നമ്മുടെ സഹോദരനായ ഒരു രോഗിയെ സന്ദർശിച്ചാൽ, നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളെ നാം അയൽവക്കക്കാരനോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരോ ആരും ആയിക്കൊള്ളട്ടെ, രോഗിയായവരെ നാം കാണാൻ പോയി കഴിഞ്ഞാൽ രാവിലെയാണ് പോകുന്നതെങ്കിൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ ആ രോഗസന്ദർശനം സന്ദർശിച്ച ആ മനുഷ്യന് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും അത്രേ. മാത്രവുമല്ല, വൈകുന്നേരമാണ് എങ്കിൽ പിറ്റേന്ന് പ്രഭാതം വരെയും ആ രോഗസന്ദർശനം നടത്തിയ മനുഷ്യന് വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. മാത്രവുമല്ല, നാളെ മരണാനന്തരം ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നു, വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന.
നാളെ സ്വർഗത്തിൽ പൂന്തോട്ടത്തിനാൽ അലങ്കരിക്കപ്പെട്ട ഭംഗിയുള്ള സ്വർഗത്തിൽ ഒരു ഭവനം അല്ലാഹു തആല അവന് നൽകുമെന്നാണ്. അപ്പോൾ നമുക്ക് മലക്കുകളുടെ ദുആ, 70,000-ഓളം മലക്കുകളുടെ ദുആ ഉണ്ടാകും. പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ മലക്കുകളുടെ ദുആയും മാത്രവുമല്ല, രോഗസന്ദർശനത്തിലൂടെ പാരത്രിക ജീവിതത്തിൽ അല്ലാഹു തആല ശാശ്വതമായ ഒരു സ്വർഗീയ ഭവനം, പൂന്തോട്ടം കൊണ്ട് അലങ്കൃതമായ ഒരു സ്വർഗത്തിലൊരു ഭവനവും നൽകുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വചനങ്ങളാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു രോഗസന്ദർശനത്തിന് പോലും അള്ളാഹു ഈ ലോകത്തിലും പരലോകത്തിലും പ്രതിഫലം നൽകുന്ന ഒരു ദർശനമാണ് പരിശുദ്ധ ഇസ്ലാം. ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവ് കൊണ്ട് നമുക്ക് വാഗ്ദാനം ചെയ്തതാണ്. കാരണം ഖുർആൻ പറഞ്ഞു, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. കൃത്യമായി ദൈവികമായ അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രവാചകൻ സംസാരിച്ചിട്ടില്ല. അപ്പോൾ പ്രവാചകൻ മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ഈ വചനങ്ങൾ അത് അള്ളാഹുവിൻ്റെ അറിവോടുകൂടിയും അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയുമാണ് പ്രവാചകൻ നമുക്ക് ഈ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ വചനങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ അയൽവക്കം, ബന്ധു, കുടുംബാദികളിലൊക്കെ രോഗികളായി കഴിയുന്നവരെ സന്ദർശിക്കുന്നതിലൂടെ പ്രതിഫലം നമുക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് നാം കരഗതമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. ആ രോഗികൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ കഴിയുന്ന അത്ര നമ്മൾ പരിശ്രമിക്കുക. ഇതിനൊക്കെ അല്ലാഹു തആല ഈ ലോകത്തും പരലോകത്തും നൽകുന്ന പ്രതിഫലങ്ങളും പ്രത്യാശകളും മാത്രവുമല്ല, മുസ്ലിങ്ങളുടെ ഇടയിലുള്ള സാഹോദര്യവും ഐക്യവും ആ ഒരു സ്നേഹബന്ധവും ആർദ്രതയുമൊക്കെ ഊട്ടിയുറപ്പിക്കുവാനും നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ഒക്കെ അല്ലാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസുകൾ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും അതിലുപരി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ഉണർത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രഭാതം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹുവിൽ നിന്നും വർഷിപ്പിക്കുന്ന നല്ലൊരു പ്രഭാതമാക്കി തീർക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ദുരന്തങ്ങൾ, അത്യാപത്തുകൾ, അപകടങ്ങൾ, മുസീബത്തുകളിൽ നിന്നെല്ലാം അല്ലാഹു നാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി വീണ്ടും വീണ്ടും ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഊസിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.